ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ തള്ളിയാണ് സെബിയും ചെയർപേഴ്സണും അദാനി ഗ്രൂപ്പും രംഗത്ത് വന്നത്. എന്നാൽ സെബി പുറത്തിറക്കിയ പ്രസ്താവനകൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ശരിവെക്കുന്നതാണെന്ന് വ്യക്തമാക്കി അവർ മറുപടി നൽകി. മാധവി ബുച്ചനും ഭർത്താവിനും വിദേശ ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നത് സെബിയിൽ ചേരുന്നതിന് മുൻപാണെന്ന വാദം മറുപടിയിലൂടെ ഹിൻഡൻബർഗ് പൊളിക്കുകയാണ്. ഇരുവരും സൂചിപ്പിച്ചിരുന്ന സിംഗപ്പൂർ ആസ്ഥാനമായ കൺസൾട്ടിംഗ് കമ്പനി അഗോറ പാർട്ട്നേഴ്സും ഇന്ത്യൻ കൺസൾട്ടിംഗ് കമ്പനിയും ഇപ്പോഴും നിലവിലുണ്ട് എന്ന് ഹിൻഡൻബർഗ് ആരോപിക്കുന്നു. 2022 വരെ മാധവിക്ക് കമ്പനിയുടെ 100% ഓഹരിയുണ്ടായിരുന്നു. നിലവിൽ ഭർത്താവാണ് 99% ഓഹരി ഉടമ. സിംഗപ്പൂർ കമ്പനി ഇടപാടുകൾ പരസ്യമാക്കുന്നില്ല എന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മാധവിക്കും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന് കീഴിലുണ്ടായ ഫണ്ടുകളും അന്വേഷിക്കാനും സെബിക്കായിരുന്നു ചുമതല. ഈ ആരോപണങ്ങൾ മുൻനിർത്തി ഹിൻഡൻബർഗ് ചില ചോദ്യങ്ങൾ ഉയർത്തി സെബിയെയും സെബി ചെയർപേഴ്സണെയും വെല്ലുവിളിക്കുകയാണ്. ഒന്നാമത്തേത്, മാധവി ബുച്ചിൻ്റെയും ഭർത്താവിൻ്റെയും വിദേശ ഇന്ത്യൻ നിക്ഷേപങ്ങളുടെയും ഫണ്ടുകളുടെയും പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വിടുമോ എന്നുള്ളത്. രണ്ടാമത്തേത്, ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തുമോ, ആ അന്വേഷണത്തിന് തയ്യാറാകുമോ എന്നുള്ളൊരു കാര്യം കൂടി. ഹിൻഡൻബർഗ് ഇഫക്റ്റിന് പിന്നാലെ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരിയിൽ ഇടിവുണ്ടായി. രേഖപ്പെടുത്തിയത് 2 മുതൽ 8% വരെ ഇടിവ്. അദാനി ഗ്രൂപ്പിന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 10 കമ്പനികൾക്കാണ് ഓഹരിയിൽ ഇടിവ് സംഭവിച്ചത്. അദാനി പോർട്സ് 5% ഇടിഞ്ഞ് നിഫ്റ്റിയിൽ ഏറ്റവും മോശം പ്രകടനം രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.